ഹലോ കുട്ടീസ്, ഇന്ന് രാവിലെ നല്ലൊരു മഴ പെയ്തതിന് ശേഷമുള്ളൊരു അന്തരീക്ഷമാണ് കേട്ടോ ഇത്. ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ്. ഞാനും ചേട്ടായി മാത്രമേ ഉള്ളൂ, മോൻ എണീറ്റിട്ടില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ആദ്യം വന്നത് ഇവിടെ കാരിപ്പടവത്ത് ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. നമ്മുടെ തൊട്ടടുത്താണ് ഈ കാവേ. നല്ലൊരു ഭംഗിയുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ ഇവിടെ. കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് കേട്ടോ. മനസ്സ് നിറയെ നമുക്ക് ഭഗവതിയോട് പ്രാർത്ഥിക്കാനും നമ്മുടെ സന്തോഷവും സങ്കടമൊക്കെ പങ്കുവയ്ക്കാനും കേട്ടോ നമ്മൾ വന്നത്. നമ്മൾ 2 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഒരു അമ്പലത്തിൽ വരുന്നത്. 2 വർഷം സൗദിയിൽ നമ്മൾ ജോലി ചെയ്ത് നമുക്ക് ഒരു ക്ഷേത്രത്തിലും പോകാൻ സാധിച്ചില്ല. ഇപ്പോൾ വെക്കേഷന് വന്ന് ആദ്യത്തെ അമ്പല ദർശനമാണ് കേട്ടോ ഇത്. അവിടെ നിന്ന് നമ്മൾ മനസ്സറിഞ്ഞ് തൊഴുതിറങ്ങി അടുത്ത് നമ്മൾ പോയത് ഇവിടെ തൊട്ടടുത്തുള്ള കുറിച്ചിത്താനം പൂത്തൃക്കോവിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. ഇവിടെ 10 ദിവസം സപ്താഹം വായനയായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഈ ചെയറൊക്കെ ഇവിടെ ഇങ്ങനെ ഇട്ടേക്കണേ. അപ്പം നമ്മൾ അവിടെ വന്ന് തൊഴുതും. ഇവിടെ വന്ന് തൊഴുത് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ പോകാൻ ഇഷ്ടമുള്ളൊരു ഭാഗമാട്ടോ ഇവിടുത്തെ അമ്പലക്കുളം. എന്താണെന്നറിയില്ല, ഒരു വല്ലാത്തൊരു വൈബാണ് കേട്ടോ. ദൈവികമായ അന്തരീക്ഷം എന്നൊക്കെ പറയാം. ഇവിടെ വരുമ്പോൾ എപ്പോഴും കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാതെ നമ്മൾ പോവാറില്ലേ. ഇത്തവണ അതുപോലെ തന്നെ നല്ലപോലെ തെന്നലൊക്കെ പിടിച്ച് കിടക്കുവാണ് കേട്ടോ. എങ്കിലും കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തതിന് ശേഷമാണ് ഞാൻ വന്നത്. എപ്പോൾ ക്ഷേത്രത്തിൽ പോയാലും നമ്മളെല്ലാവരും കൂടുതൽ ആകർഷിക്കുന്ന ഒരു സ്ഥലമല്ലേ അമ്പലക്കുളം. പക്ഷെ അമ്പലമൊന്നും ഇല്ലായിരുന്നേ. നല്ലപോലെ തൊഴുത് നമ്മളിതേ നേരെ വീട്ടിലേക്ക് പോരും കേട്ടോ. അപ്പോൾ ഇന്നെന്തോ ഭഗവാനെ തൊഴുതുകൊണ്ട് മനസ്സിന് വല്ലാത്തൊരു ശാന്തിയും സമാധാനവും. അപ്പോൾ നമുക്കിതുപോലെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നോടം വരെ അപ്പോൾ ടാറ്റാ.